പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രകാലം കാണുവാനും കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ വന്ദനം ചെല്ലുന്നു. കർത്താവ് നമ്മെ കഴിഞ്ഞ രാത്രിയിൽ ശാന്തമായി ഉറക്കം നൽകി ക്ഷമത്തോടെ പ്രഭാതത്തിൽ ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതോർത്ത് നന്ദിയോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഇന്ന് പകൽക്കാലം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യ വെളിച്ചത്തെക്കുറിച്ചാണ്. സ്തോത്രം. എന്നാൽ ഈ സത്യ വെളിച്ചത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാൻ സാധിക്കും. കർത്താവ് ഒരു വെളിച്ചമാണ് എന്ന് പറഞ്ഞ കർത്താവിനോട് അടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന പ്രോമിസാണ്, നിങ്ങൾ ഇരുളിൽ നടക്കുവാൻ ഇനിയും അനുവദിക്കത്തില്ല ഞാൻ. കാരണം ഞാനാകുന്ന വെളിച്ചത്തിൽ നിങ്ങൾ മുൻപോട്ട് പോയാൽ, ഞാനാകുന്ന വെളിച്ചത്തിൻ്റെ വലയത്തിൽ, ആ പ്രഭാവലയത്തിൽ നിങ്ങളായാൽ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനിയും ഇരുട്ടിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇരുട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നത്. ഇരുട്ടിൻ്റെ ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നാം പലപ്പോഴും പാപത്തിലേക്ക് വീഴാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇരുട്ടിൻ്റെ സന്തതികളുമായി, ഇരുട്ടിൻ്റെ ആത്മാവായ ദുരാത്മാക്കളുള്ള അല്ലെങ്കിൽ ലോകമോഹത്തിൽ ജീവിക്കുന്ന ആളുകളുമായി നമ്മൾ ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നാം ദൈവഹിതമല്ലാത്ത പല പ്രവൃത്തികളിലും ഇടപെടുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മോട് പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതാണ് സത്യ വെളിച്ചം. യേശുക്രിസ്തുവാകുന്ന വെളിച്ചം അത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതാണ്. ഈ പ്രകാശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇരുളിനെ മാറ്റുന്നതാണ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനയെ മാറ്റും. നമുക്ക് ഈ വേദന ഹൃദയത്തിൽ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് ചില ഇരുട്ട് കയറി വരുമ്പോഴാണ്. കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെടുന്നു, ചിന്തകളൊക്കെ മാറിപ്പോവുകയാണ്, വല്ലാത്തൊരവസ്ഥയിലേക്ക് നാം എത്തപ്പെടുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏത് മനുഷ്യനെയും എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളിലേക്ക് കടന്നു വരുന്ന അത്ഭുതകരമായ വെളിച്ചം. ഈ വെളിച്ചം വന്നിടത്തെല്ലാം ഇരുള് മാറിപ്പോയിട്ടുണ്ട്. ഏത് വ്യക്തി യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ അവൻ്റെ മേൽ ദൈവ വെളിച്ചം വന്നിട്ടുണ്ട്. അവനിൽ വ്യാപരിച്ചിരുന്ന ഇരുട്ടിൻ്റെ സന്തതികളെ മാറ്റി, ദുരാത്മാക്കളെ മാറ്റി അത്ഭുത വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആകയാൽ ഇന്ന് പകൽക്കാലം ആത്മനിറവോടും ആത്മശക്തിയോടും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുകയും ചെയ്യുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാൻ പറയുന്നു, ലോകത്തിന്റെ ഇരുളിനെ മാറ്റി വെളിച്ചമാകുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനാണോ നിങ്ങൾ? അർത്ഥാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ഇരുട്ടിനെ എല്ലാം ഈ വെളിച്ചം മാറ്റിക്കളയും. സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം, സത്യവാനായ ദൈവം. അതേ, ഈ സത്യവാനായ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന വെളിച്ചം നമ്മുടെ ഇരുട്ടിനെ മാറ്റുക. നമ്മുടെ കണ്ണുകളൊക്കെ ചില പ്രയാസം വന്നു കഴിയുമ്പോൾ കണ്ണുകൾ അങ്ങ് കുരുടായി പോവുകയാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് വ്യാകുലപ്പെട്ടു പോകുക, തളർന്നു പോകുക, തകർന്നു പോകുക, വീണു പോകുക. ശാരീരിക മാനസിക പ്രയാസങ്ങളിലേക്ക് നാം തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ അവിടുന്ന് ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഇരുളിനെ മാറ്റി നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കും. ആത്മശക്തിയും അഭിഷേകവും നമ്മുടെ മേൽ ഇറങ്ങി വരും. എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം മാറ്റും. ഇതിനെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകുന്ന കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാപ വഴികളെ വിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ഒരു മകനായി തീര്, ദൈവത്തിന്റെ ഒരു മകളായി തീര്. നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് വെളിച്ചം വരട്ടെ. യേശു കർത്താവ് സക്കായിയോട് പറഞ്ഞതുപോലെ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, അത്ഭുത വെളിച്ചമായ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ അറിയാത്തവരാണോ നിങ്ങൾക്ക് എന്നെ ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുക. മറ്റൊരുത്തിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമം, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം.
ഈ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ കടന്ന് നിങ്ങൾ വേദനയോടുകൂടിയാണ് ചില വിഷയത്തിന്മേൽ നിങ്ങളിങ്ങനെ ഇരുട്ടിൻ്റെ അനുഭവത്തിലായി തീർന്നിട്ടുണ്ടെങ്കിൽ, അതേ പത്രോസിൻ്റെ കാരാഗ്രഹത്തിനകത്ത് ഇരുട്ട് വ്യാപിച്ചു പത്രോസ് അവിടെ വ്യാകുലനായി ഇരുന്നപ്പോൾ അവിടേക്ക് അത്ഭുത വെളിച്ചമായി ദൂതൻ വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രയാസങ്ങളിൽ മേൽ, നിങ്ങളുടെ ചില പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി വരാൻ പോകുന്നു, സ്വർഗം ചെലയിക്കാൻ പോകുന്നു. ആകയാൽ വിശ്വസിക്കുക, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.